അപകടങ്ങൾ തുടർക്കഥയായതോടെ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം കർശന പരിശോധനയുമായി രംഗത്തിറങ്ങി. ചക്കുവള്ളി, 7-ാം മൈൽ, സിനിമാപ്പറമ്പ് മേഖലകളിലാണ് വാഹന പരിശോധന നടത്തിയത്. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച നിരവധി പേർ പിടിയിലായി. അപകടങ്ങൾ വർദ്ധിക്കുന്നതിൽ നാട്ടുകാരുടെ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. നമുക്ക് വ്യാപകമായ പരാതികൾ 7-ാം മൈലിൽ നിന്ന് കിട്ടി തുടങ്ങിയിരിക്കുന്നു. റേസേഴ്സിന്റെ വളരെ കൂടുതലുള്ള ഒരു സ്ഥലമായത്. 2 പേരും 3 പേരും ഒക്കെ കയറി പോകുന്ന നിരവധി ബൈക്കുകാർ ഇപ്പൊ തന്നെ ഞങ്ങൾ 1 മണിക്കൂറായിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. 11 or 12 ഒക്കെ ആൾക്കാരെ കിട്ടി. അവർക്കൊക്കെ തന്നെ ലൈസൻസ് ഇല്ലാതെ വ്യാപകമായ ആൾക്കാർ പോകുന്നു. 3 പേര് കയറി പോകുന്നു. അതിന്റെ ഒരു നൊട്ടോറിയസ് സ്ഥലമായിട്ട് സിനിമാപ്പറമ്പ് ഭരണിക്കാവ് റൂട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ക്രാഷ് ആയിട്ട് വന്നിട്ട് 3-4 ടീമുകൾ സ്ഥലങ്ങളിലായിട്ട് നിർത്തിയിട്ട് വീഡിയോ റെക്കോർഡിംഗ് ഉൾപ്പെടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായ കേസുകളാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ചക്കുവള്ളി, 7-ാം മൈൽ, സിനിമാപ്പറമ്പ് മേഖലകളിൽ അപകടങ്ങൾ തുടർക്കഥയായതോടെയാണ് RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം കർശന പരിശോധനയുമായി രംഗത്തിറങ്ങിയത്. 7-ാം മൈൽ, സിനിമാപ്പറമ്പ് എന്നിവിടങ്ങളിൽ ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ച നിരവധി പേർ പിടിയിലായി. അപകടങ്ങൾ വർദ്ധിക്കുന്നതായി നാട്ടുകാരുടെ പരാതി വ്യാപകമായ സാഹചര്യത്തിലാണ് നടപടി. വാഹനങ്ങളുടെ ഫോട്ടോ എടുത്ത് മൊബൈൽ വഴി പിഴയൊടുക്കാൻ നോട്ടീസ് അയക്കുന്ന രീതി താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ടാണ് RTO എൻഫോഴ്സ്മെന്റ് അധികൃതർ നേരിട്ട് പരിശോധനയ്ക്കിറങ്ങിയത്. എല്ലാ വാഹനങ്ങളും നേരിട്ട് തടഞ്ഞു നിർത്തി രേഖകൾ പരിശോധിക്കുന്ന രീതിയാണ് എൻഫോഴ്സ്മെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരാനാണ് തീരുമാനം. ഞങ്ങൾ ഏത് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഒഫൻസുകൾ വരുന്നതെന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കഴിഞ്ഞ ശബരിമല ഡ്യൂട്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഓഫീസേഴ്സൊക്കെ ശബരിമല ആയതുകൊണ്ട് ആ സമയത്ത് വ്യാപകമായി ഒഫൻസുകൾ കൂടിയിരിക്കുന്നു. ഇപ്പോൾ ഈ സിനിമാപ്പറമ്പ്, ഭരണിക്കാവ്, ചക്കോള്ളി ഏരിയയിലൊക്കെ ആക്സിഡന്റ് കൂടിയിരിക്കുന്നു. ഒഫൻഡേഴ്സിന്റെ എണ്ണം കൂടിയിരിക്കുന്നു. പ്രധാനമായും ഞങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോട്ടോർ സൈക്കിളാണ്. ലൈസൻസ് ഇല്ലാത്ത 10-11 കേസുകൾ 3/4 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ പിടിക്കുകയുണ്ടായി. 4 റോഡും ഒരേപോലെ സമാന്തരമായി പിടിക്കുന്നു. കൂടാതെ നമ്മൾ വീഡിയോ റെക്കോർഡിങ്ങിലൂടെയാണ് നോക്കിയിട്ട് തന്നെ കേസെടുക്കുന്നുണ്ട്. പരിശോധനയിൽ പിടിയിലായവരിൽ വലിയൊരു വിഭാഗം കൗമാരക്കാരാണ്. ലൈസൻസ് ഇല്ലാതെ വിദ്യാർത്ഥികൾ വാഹനം നിരത്തിലിറക്കുന്നത് ഗൗരവകരമായ കുറ്റമാണെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. പലപ്പോഴും ഇതിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് രക്ഷിതാക്കൾ ബോധവാന്മാരല്ല. മക്കൾക്ക് വാഹനം നൽകുന്ന രക്ഷിതാക്കൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് RTO എൻഫോഴ്സ്മെന്റ് AK ദിലു പറഞ്ഞു. ലൈസൻസ് ഇല്ലെങ്കിൽ ഗൗരവമായ നടപടിയല്ലേ. 10,000 രൂപ വരെ ഫൈൻ അടയ്ക്കുന്നുണ്ട്. അടയ്ക്കാൻ ആൾക്കാർ വില്ലിങ് ആവുന്നുണ്ട്. വണ്ടികൾ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ലൈസൻസ് എടുക്കാനെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. എക്സ്പയറി ആയ ലൈസൻസുകൾ ഉള്ള മോട്ടോർ കാർ ഓടിച്ചു വന്ന ആൾക്കാരെ ഞങ്ങൾ പിടിക്കുന്നുണ്ട്. ലൈസൻസ് ഇല്ലാതുള്ളത് വളരെ ഗൗരവമായി തന്നെ ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും കാണുന്നത്. ലൈസൻസ് ഇല്ലാതെ ഒരാൾ വാഹനം ഓടിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ റോഡ് സേഫ്റ്റിയുടെ എല്ലാ റൂൾസും ഫ്ലൗട്ട് ചെയ്തിരിക്കുന്നു. എല്ലാ നിയമങ്ങളും ലംഘിച്ചിരിക്കുന്നു. ലൈസൻസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളല്ല ലൈസൻസ് വാഹനം ഓടിക്കുന്നെങ്കിൽ ഇൻഷുറൻസ് കിട്ടത്തില്ല. അങ്ങനെ തുടങ്ങി നിരവധിയായ RTOയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ MVIമാരായ ഗുരുദാസ്, അഭിലാഷ്, AMVIമാരായ അഭിറാം, ശ്രീപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. മിന്നൽ പരിശോധനകളും പ്രദേശത്ത് നടത്തും. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.